ഹായ് ഗൈസ്, ഞാൻ അങ്ങനെ എൻ്റെ വല്യപ്പൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ നല്ല ടെറസിൻ്റെ മുകളിൽ നല്ല പച്ചക്കറി തോട്ടം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ഒരു 8:30 അപ്പോഴാണ് ഞങ്ങളിത് കണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് ഈ ഏരിയയിലാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രാത്രി ആയതുകൊണ്ട് എത്ര ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ, ചീരയൊക്കെ നമ്മൾ ഗ്രോ ബാഗിലാണ് ഇത് നട്ടിരിക്കുന്നത്. എന്താ വഴുതിന ഇവിടെയൊക്കെ വിത്തിട്ടിട്ടുണ്ട്. ചീര മുളക്കുന്നുണ്ട്. പച്ചമുളകുണ്ട്, അതിനിടയിലൊരു കാശിത്തുമ്പയുടെ ചെടിയുണ്ട്. ഇതാ പച്ചമുളക്, വെണ്ട. പച്ചമുളകൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും അതെ, ഇത് കണ്ടോ പയറ്. അത് കക്കിരിയാ ചേച്ചി? സാലഡ് കക്കിരി കണ്ടോ ഇവിടെ ഉണ്ടേ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ പയറെന്ന് വിചാരിച്ചേ. ഇത് കണ്ടോ കക്കിരി, നല്ല കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ, പന്തൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനെ. ഇത് കണ്ടോ, അടിപൊളി. തക്കാളിക്ക് പ്രത്യേകമായിട്ട് നല്ല എന്താ പറയുക, വടിയൊക്കെ കുത്തി വെച്ചിട്ട് ചേച്ചി കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു വെറൈറ്റി തക്കാളി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടോ, നല്ല ഇതുണ്ടോ, നല്ല തക്കാളി പിടിച്ചിട്ടുണ്ട്, നല്ല കുഞ്ഞു തക്കാളി. ഇപ്പോൾ ചേച്ചി പറഞ്ഞിരിക്കുന്നത് നന്നായി കോഴി വളമാണ് ഇതിന്. കോഴി വളമില്ലേ, കോഴി കാഷ്ടം, അതിൻ്റെ വളമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് പിടിച്ചിരിക്കുന്നത്. ചേച്ചി അനിയത്തിക്ക് അമ്മക്ക് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ, എങ്ങനെയാണ് നമ്മൾ ഇത് ഇടേണ്ടതെന്നുള്ളത്. ഇത് കണ്ടോ, അത് 5 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെയാവും. കണ്ടോ? എന്നിട്ട് ഇതിനകത്ത് ചെടി ഇത് നമ്മൾ ചെടിയുടെ തൈയിൽ നടുക. എന്നിട്ട് ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ വളം ഒന്നും ചേർക്കണ്ട. മണ്ണിനകത്ത് ആ മണ്ണ് ചകിരി നിന്നാണ് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പേരിലായിരുന്നു അവിടെ മേടിച്ചത്. അങ്ങനെ ഇതെന്താ സാധനം, എന്താ ചേച്ചി? ഇതെന്താ സാധനം, എന്താ? ചകിരിച്ചോറും ഒരു ചെടിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. ഗൈസ്, ഇതാണ് കേട്ടോ ചേച്ചി. ചേച്ചിയാണ് ഈ എന്താ പറയാ കൃഷിയൊക്കെ ടെറസിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേച്ചിയാണ് ഇതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഇതാ എന്താ ചേച്ചി, ചീര, പട്ടുചീര. എനിക്ക് താമര കൊണ്ട് തരാം. തക്കാളി, മറ്റേ എന്തെന്നാ തക്കാളി, ആപ്പിൾ തക്കാളിയുടെ അല്ലേ? മല്ലിയില പാകി ഞാൻ പരാജയപ്പെട്ടു. കണ്ടോ, മല്ലിയില പാകിലാണ്, മല്ലി പാകിലാണ്, പക്ഷെ ഞാൻ പരാജയപ്പെട്ടു. അപ്പൊ ഇതെന്താ സാധനം പറഞ്ഞ ചേച്ചി? എനിക്ക് മനസ്സിലായില്ല. അത് പേര് പറയാം. ഇത് എവിടുന്ന് വാങ്ങിച്ചേ? ഇതിന് 150 രൂപ ഒരു കവറിന്. ഇതിനകത്ത് നമുക്ക് ചെടിക്ക് ആവശ്യമുള്ള മിനറൽസ് എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. വെള്ളത്തിലിടുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് എടുക്കുക. എടുത്തതിന് ശേഷം തൈ ഇതിൽ നടുക. നട്ടതിന് ശേഷം കവറിന് തിറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് പുറത്തെടുത്ത് കാണിച്ചു ചേച്ചി, എങ്ങനെയാ? ഇതാണ് എൻ്റെ ഇത്. അത് 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടത്. ഓക്കെ. ഇവിടെ ഇത് ഇതിങ്ങനെയായി വരും. ഈ സാധനം അല്ലേ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാവും അല്ലേ? അതിലാണ് വിത്തിട്ട് കൊടുക്കണ്ടേ? വിത്തിട്ട് കൊടുത്താലും മതി, വിത്തിട്ട് കൊടുത്ത് കിളിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. നമ്മുടെ ചേച്ചിക്ക് ഇതാ നമ്മുടെ പൂന്തോട്ടം ഭയങ്കര ഇഷ്ടാണ്. ലീഫാണ് അതിന്റെ പ്രത്യേകത. ഇതില് പൂ വിരിയില്ല? പൂവുണ്ടാവും, ചെറിയൊരു പക്ഷെ പൂവിനേക്കാളേറെ അതിന്റെ ലീഫിനാണ്. ഇതിന്റെയൊക്കെ ലീഫിന് വ്യത്യാസമാണ്. ഇതും അതിന്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. ഇതെനിക്ക് തന്നായിരുന്നു അല്ലേ? അത് ഇതേ അങ്ങനെ പല സൈസിലുള്ള വിഗോണി. ഇത് നമ്മുടെ സാധാരണ ചെടിയല്ലേ? എന്താ പറയാ, ഇത് ചേച്ചി പറഞ്ഞതല്ലേ?
രസമുണ്ട്. ഐഷ്. അതിന്റെ പേരെന്താ? പേരറിഞ്ഞൂടാ. കോഴിവളം പൈസ വാങ്ങിയില്ല. കോഴിവളം ഇത്? ഇത് നോക്കത്. കോഴിവള ചേച്ചി കോഴിവളാക്കി വെക്കുന്നതാ? അല്ല, ഇതിന്റെ ഫ്രിഡ്ജിൽ കൊണ്ടിറക്കിട്ടാ കോഴിവള ഡ്രൈ ആക്കാൻ പാടില്ല. ഇത് ഇതുപോലെ നനച്ച് വെക്കണം. കുറച്ച് നാൾ നനച്ച് ഇതുപോലെ പൊടിയായിട്ട് ഇരിക്കും കേട്ടോ. കോഴിവള. ഇതങ്ങനെ തന്നെ വണ്ടിക്കകത്ത് വെച്ച് വണ്ടി ഉണ്ടല്ലോ. നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ദിവസം വെള്ളം ഒഴിക്കണം. അല്ലൂസിനെ നാളെ കൊണ്ടുവെക്കണം മോനെ. ഇത് അടിയിലിട്ട് കൊടുക്കേ. ഒന്നൊക്കെ ചൂട് പറഞ്ഞിട്ട്